മോർണിംഗ്. നമ്മുടെ തേർഡ് മൊഡ്യൂളിലെ നെക്സ്റ്റ് ചാപ്റ്ററാണ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് ഇൻറ്റേർണൽ ചെക്ക്. എന്താണ് ഇൻറ്റേർണൽ ചെക്ക് എന്ന് പറഞ്ഞാൽ? ഇൻറ്റേർണൽ ചെക്ക് ഇറ്റ് ഈസ് ആൻ arrangement of transactional work amongst the members of the staff. It is the distribution and authorization of accounting procedure amongst firm staff in such a way that the work done by one of the staff is automatically checked by other. അതായത് ഒരു സ്റ്റാഫ് വർക്ക് ചെയ്യുന്നത് മറ്റൊരു സ്റ്റാഫ് ഓട്ടോമാറ്റിക്കായിട്ട് ചെക്ക് ചെയ്യുന്ന ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തെയാണ് നമ്മൾ എന്ത് പറയുക, ഇൻറ്റേർണൽ ചെക്ക് എന്ന് പറയുന്നത്. നോ സ്റ്റാഫ് ഈസ് പെർമിറ്റഡ് ടു ക്യാരി ഔട്ട് അലോൺ ട്രാൻസാക്ഷൻ ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡ്. ഇപ്പോൾ നമ്മൾ ഫ്രം ദ ബിഗിനിങ് മുതൽ ലാസ്റ്റ് വരെ ഒരു സ്റ്റാഫ് തന്നെ ആയിരിക്കണമെന്നില്ല അത് ചെക്ക് ചെയ്യുന്നത്. ഓരോരോ സ്റ്റാഫുകളുടെ ഇടയ്ക്ക് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് പേഴ്സൺസിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. ഈച്ച് ഹാസ് ആൻ ഓട്ടോമാറ്റിക് ചെക്ക് ഓൺ ദി അതർ. ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ഡിവിഷൻ ഓഫ് ലേബർ അല്ലേ. ഇപ്പോൾ ഒരു ബാങ്കിലാണെങ്കിൽ പല ആക്ടിവിറ്റീസ് പലരും ചെയ്യുക. അതായത് ഒരു ബാങ്കിൽ ചെക്ക് റിസീവ് ചെയ്യുന്നതും എൻകാഷ് ചെയ്യുന്ന ഒരാൾ, ഇറ്റ് ഈസ് ഫസ്റ്റ് എൻറ്റേഡ് ആൻഡ് പാസ്ഡ് ഫോർ പേയ്മെൻറ്റ് ബൈ ദ കൺസേൺ ക്ലർക്ക്, ഫർദർ ചെക്ക്ഡ് ബൈ ദ സീനിയർ ക്ലർക്ക്. അങ്ങനെ ഓരോ ആളുകൾ ആ ഒരു ഇതിലെ ആക്ടിവിറ്റീസ് ഇങ്ങനെ ഇടയ്ക്ക് ചെക്ക് ചെയ്യുക. അതാണ് ഇൻറ്റേർണൽ ചെക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഡെഫിനിഷൻ. In the words of Ella Dixie, in such an arrangement of bookkeeping routine that errors and fraud are automatically prevented or discovered by the very operation of the bookkeeping itself. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻറ്റേർണൽ ചെക്ക് എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഈസ് എൻ അറേഞ്ച്മെൻറ്റ് ഓഫ് ബുക്ക് കീപ്പിംഗ് റൂട്ടീൻ ദാറ്റ് എറേഴ്സ് ആൻഡ് ഫ്രോഡ് ആർ ഓട്ടോമാറ്റിക്കലി പ്രിവെൻറ്റ്. എററുകളായാലും ഫ്രോഡുകളായാലും അത് ഓട്ടോമാറ്റിക്കായിട്ട് പ്രിവെൻറ്റ് ചെയ്യുന്നു. ഓർ ഡിസ്കവർഡ് ബൈ ദ വെരി ഓപ്പറേഷൻ ഓഫ് ദ ബുക്ക് കീപ്പിംഗ് ഇറ്റ് സെൽഫ്. അതിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമ്മളത് കണ്ടെത്തുന്നു. അതാണ് ഇൻറ്റേർണൽ ചെക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്സ്. ഇറ്റ് ഈസ് ദ ഡിവിഷൻ ഓഫ് വർക്ക് എമോങ് ദ സ്റ്റാഫ് and the work of one of the staff is automatically checked by another. No staff is allowed to do any single work from beginning to end. It is aimed at preventing errors in fraud. Errors and frauds are automatically discovered. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, സ്റ്റാഫുകളുടെ ഇടയിലുള്ളൊരു ഡിവിഷൻ ഓഫ് ലേബറാണ്. പിന്നെ അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കലായിട്ട് ഒരാളുടെ വർക്ക് ചെക്ക് ചെയ്യുന്നു. ഒരു സിംഗിൾ വർക്ക് നമ്മൾ ഫ്രം ദ ബിഗിനിങ്ങിൽ എൻഡ് വരെ നമ്മൾ ആയിക്കൊള്ളുന്നില്ല. അതുപോലെ പ്രിവെൻറ്റിങ് എറേഴ്സ് ആൻഡ് ഫ്രോഡാണ്. അതുപോലെ എറേഴ്സ് ആയാലും ഫ്രോഡായാലും ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കവേർഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദ നെക്സ്റ്റ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻറ്റേർണൽ ചെക്ക്. എന്തൊക്കെയാണ് ഇൻറ്റേർണൽ ചെക്കിൻ്റെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ്? അത്യാവശ്യം പ്രിൻസിപ്പിൾ ഉണ്ട്, ഒരു 10-27 പ്രിൻസിപ്പിൾ ഉണ്ട്. ഞാൻ ജസ്റ്റ് വായിക്കാം, കുറേയൊക്കെ നമുക്ക് മനസ്സിലാവുന്നതാണ്. ഓക്കെ, ആൻഡ് ദ ഫസ്റ്റ് വൺ ഈസ് പ്രോപ്പർ സെലക്ഷൻ ഓഫ് എംപ്ലോയീസ് പ്രൊവൈഡ് ഓൺ ജോബ് ട്രെയിനിങ് ആൻഡ് പ്ലേസ്മെൻറ്റ്. പ്രോപ്പർ സെലക്ഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. പിന്നെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് അതോറിറ്റി ഓഫ് റീച്ച് മെമ്പർ ഓഫ് ദ സ്റ്റാഫ് ഷുഡ് ബി ക്ലിയർലി ഡിഫൈൻഡ്. ഓരോ സ്റ്റാഫിൻ്റെയും ഡ്യൂട്ടി റെസ്പോൺസിബിലിറ്റിയും ക്ലിയർ ആയിട്ട് റെഫർ ചെയ്യാം. ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം മസ്റ്റ് ബി എക്സ്പ്രസ് കെയർഫുള്ളി ഡിസൈൻ ആൻഡ് ടു സ്യൂട്ടബിൾ ഫോർ ദ ബിസിനസ്. അതായത് നമ്മൾ കെയർഫുള്ളായിട്ട് ഡിസൈൻ ചെയ്യണം, അതായത് ബിസിനസ്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള തന്നെയാണോ എന്നുള്ളത് നോക്കണം. ഡിവിഷൻ ഓഫ് വർക്ക് ഷുഡ് ബി ബേസ്ഡ് ഓൺ ദ ക്വാളിഫിക്കേഷൻ, കപ്പാസിറ്റി ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് ഈച്ച് മെമ്പർ സ്റ്റാഫ്. അപ്പോൾ നമ്മൾ ഡിവിഷൻ ഓഫ് വർക്ക് നടത്തുമ്പോൾ ഓരോരുത്തരുടെയും ക്വാളിഫിക്കേഷനും കപ്പാസിറ്റിയും കൂടി നോക്കിയിട്ട് വേണം ചെയ്യാൻ. One single person should not be allowed to have an independent control over any important aspects of business. ഒരിക്കലും ഒരു സിംഗിൾ പേഴ്സണ് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പാടില്ല. There should be no overlapping of work at any level. ഒരിക്കലും ഒരു ഓവർലാപ്പിംഗ് നടക്കരുത്. നോ പേഴ്സൺ ഷാൽ ബി അലൗഡ് ടു പെർഫോം എനി വർക്ക് ഫുള്ളി ഫ്രം ബിഗിനിങ് ടു ദ എൻഡ്. ഒരു പേഴ്സണും ഷാൽ ബി അലൗഡ് ടു പെർഫോം എനി വർക്ക് ഫുള്ളി ഫ്രം ബിഗിനിങ് ടു ദ എൻഡ്. ബിഗിനിങ് മുതൽ എൻഡ് വരെ ഒരു വർക്ക് ഒരാൾക്ക് മാത്രം കൊടുക്കരുത്. റൊട്ടേഷൻ ഓഫ് എംപ്ലോയീസ് ഷുഡ് ബി ഫ്രീക്വൻ്റ്ലി മെയ്ഡ് വിത്തൗട്ട് ഗിവിംഗ് അഡ്വാൻസ് നോട്ടീസ്. നമ്മൾ റൊട്ടേഷൻ കൊടുക്കുമ്പോൾ അത് നോട്ടീസ് കൊടുക്കാതെ കൊടുക്കരുത്. Those tough dealings with cash, goods or record in their charges should be encouraged to go on leave at least once in a year. അതായത് അറ്റ്ലീസ്റ്റ് ഒരു വർഷമെങ്കിലും നമ്മൾ ക്യാഷ് ഡീലിങ്സ് ഉണ്ടെങ്കിൽ കൊടുക്കണം. An efficient system of internal check must be provided in such a way that the work done by one of the staff is automatically checked by another staff. ഏതെങ്കിലും ഒരു സ്റ്റാഫിൻ്റെ വർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മറ്റൊരു സ്റ്റാഫ് ചെക്ക് ചെയ്യുന്നുണ്ടാവും. The next, labor saving device such as cash register, cash tellers, calculating machine, time recording clock, digital signature on check, etc. should be made use of.
ഇനി there should be proper system of filing of vouchers, correspondence, documents, etc. in the business. അതായത് പ്രോപ്പറായിട്ട് ഫയലിംഗ് ഓഫ് വൗച്ചേഴ്സ്, കറസ്പോണ്ടൻസ്, ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരിക്കണം. പ്രോപ്പർ രജിസ്റ്റേഴ്സ് ഷുഡ് ബി പ്രൊഡ്യൂസ്ഡ് ഫോർ അൺയൂസ്ഡ് ചെക്സ്, ബിൽസ്, റെസിപ്റ്റ്സ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് ആൻഡ് എ ഫയൽ ഷുഡ് ബി കെപ്റ്റ് ഇൻ സേഫ് കസ്റ്റഡി. Okay. The next, balance of personal ledger accounts should be informed to the debtors and creditors and obtain their confirmation at regular intervals. Personal ledger balance account നമ്മൾ ഡെപ്റ്റേഴ്സിനെയും ക്രെഡിറ്റേഴ്സിനും കറക്റ്റ് ടൈമിൽ നമ്മൾ അറിയിച്ചിരിക്കണം, ഒരു റെഗുലർ ഇൻ്റർവെല്ലിൽ. Okay. All incoming letters should be opened by a responsible officer and entered in the proper register. Cash receipts should be daily deposited with bank. Cash receipt നമ്മൾ ഡെയിലി ഡെപ്പോസിറ്റ് ബാങ്കിൽ ചെയ്തിരിക്കണം. Bank reconciliation statement should be prepared to reconcile bank and cash balances. Okay. That obtain confirmation letters from the banks regarding the bank balances at regular intervals. A good stock purchase rule, that is regarding purchases issue balance should be maintained. അതായത് സ്റ്റോക്ക് പർച്ചേസ് റൂള്, പർച്ചേസർ റിഗാർഡിംഗ് ആയിട്ടുള്ള സ്റ്റോക്ക് പർച്ചേസ് റൂള്, അതുപോലെ ബാലൻസും ഒക്കെ നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. There should be a system of perpetual inventory control for continuous stock. Continuous സ്റ്റോക്കിന് ഒരു പെർപെച്വൽ ഇൻവെൻറ്ററി സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുക. Annual check stock taking and verification should be done. Okay. Passing of bad debts, return allowances should be under strict control. Some kind of budgetary control should be established which enables the periodical review of the progress of activities. Procedure should be laid down for verification in acid-test manner of different sections of accounting records to ensure its accuracy. Then next, internal check system should be flexible and should be inexpensive. Flexible ആണ്, എക്സ്പെൻസീവ് ആണ്. No employees of the business should be trusted upon too much. നമ്മൾ ഒരാളെ കൂടുതലായിട്ട് വിശ്വസിക്കില്ല. അപ്പോൾ ഇങ്ങനെ മൊത്തം ഒരു 10-27 ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിളാണ് എന്തിൽ വരുന്നത്, ജനറൽ ഇൻറ്റേർണൽ ചെക്കിൽ വരുന്നത്. ഓക്കെ. ദ നെക്സ്റ്റ്, അഡ്വാൻറ്റേജസ് ഓഫ് ഇൻറ്റേർണൽ ചെക്ക്. ഫസ്റ്റ് വൺ, അഡ്വാൻറ്റേജസ് ടു ദ ഓണർ ഓഫ് ബിസിനസ്. If there is good internal check system, the owner of the business can rely upon the genuineness and accuracy of the accounts. അതിൻ്റെ ജെന്യൂനസും അതിൻ്റെ ആക്യുറസിയും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അത് ബിസിനസ്സിന് അഡ്വാൻറ്റേജ് ആണ്. A good internal check leads to better efficiency and economy in operation. This will result in increasing profit and therefore company can declare more individuals. Okay. Then second one, advantages to the business. Division of work. Proper distribution of work among the staff according to their experience and qualification. ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസിനും അനുസരിച്ച് നമ്മൾ വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. Early detection of fraud and error. It helps to detect irregularities, frauds and errors early. The next, fixation of responsibility. Division of work helps to fix responsibility of each one of the staff. Preparation of final accounts. Internal audit helps early and quick preparation of final accounts. Makes audit work easy. If there exists a good internal check system, it simplifies the work of audit. The work done by a clerk is automatically checked by another. ഇതൊക്കെയാണ് ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന അഡ്വാൻറ്റേജസ്. Then third one, advantages to the auditor. ഫസ്റ്റ് വൺ, നീഡ് നോട്ട് ഹാവ് എ ഡീറ്റെയിൽഡ് ചെക്കിങ്. ഒരു ഓഡിറ്ററിന് ഒരു ഡീറ്റെയിൽ ആയിട്ട് ചെക്കിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. ഓക്കെ. ദെൻ റിലേ ഓൺ ടെസ്റ്റ് ചെക്കിങ്. ടെസ്റ്റ് ചെക്കിങ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു ചാൻസ് അല്ലെങ്കിൽ ഒരു പോസിബിലിറ്റി ഇതിലുണ്ട്. അതായത് ഒരു എഫിഷ്യൻ്റ് ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം ഉണ്ടെങ്കിൽ the auditor may apply certain test checks selected at random. He has to analyze the gravity of defects and shortcomings of the accounting. Okay. Then next, disadvantages or limitations of internal check system. And the first one is not suitable for firms. ഫേമിന് ഒരിക്കലും സ്യൂട്ടബിൾ അല്ല എന്ത് ഇൻറ്റേർണൽ ചെക്ക്. വലിയ വലിയ ബിസിനസ് സ്ഥാപനങ്ങളിൽ കമ്പനിയിലൊക്കെയാണ് ഇൻറ്റേർണൽ ചെക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്.
സാക്രിഫൈസ് ഓഫ് ക്വാളിറ്റി ഓഫ് വർക്ക്. നമ്മളുടെ ക്വാളിറ്റി ഓഫ് വർക്ക് ചിലപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യേണ്ടി വരും, സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ നെക്സ്റ്റ് ടെൻസ് ടു സ്ലാക്കൺ എഫേർട്സ്. അതായത് ദർ ഇസ് എ പോസിബിലിറ്റി ദാറ്റ് ഹൈ ആൻഡ് റെസ്പോൺസിബിൾ ഒഫീഷ്യൽസ് ഓഫ് ദ firm tend to slacken in their work in the overconfidence that the work under second internal check will go on efficiency. Okay. Then next പറയുന്നു ഇറ്റ് ക്രിയേറ്റ്സ് ചോയ്സ് ആൻഡ് ഡിസോർഡർ. ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം നോട്ട് പ്രോപ്പർലി അറേഞ്ച്ഡ് ചെയ്തിട്ടില്ല എങ്കിൽ അവിടെ ഡിസോർഡർ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ നെക്സ്റ്റ് റിസ്കി ഫോർ ഓഡിറ്റർ. ഓഡിറ്റർ മെയിൻലി ഡിപ്പെൻഡ്സ് ഓൺ ടെസ്റ്റ് ചെക്കിംഗ് ഓഫ് അക്കൗണ്ട്സ് അല്ലേ. വെൻ ദർ ഇസ് ഇപ്പോൾ നമ്മളൊരു നല്ല ഒരു ഓഡിറ്ററിൻ്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് ടെസ്റ്റ് ചെക്കിംഗ് ആണ്. അപ്പോൾ നല്ലൊരു ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം ആണെങ്കിൽ ആ ഒരു ഓഡിറ്റർക്ക് പോസിബിലിറ്റി ഉണ്ടെന്ന് വെച്ചാൽ അധികം ഇൻറ്റേർണൽ ചെക്ക് നടത്തേണ്ട ആവശ്യം മീൻസ് അധികം ഓഡിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, പ്രോപ്പർ ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ എന്ത് പറയുന്നത് ഡിസഡ്വാൻറ്റേജസ് ഓർ ലിമിറ്റേഷൻസ് ഓഫ് ഇൻറ്റേർണൽ ചെക്ക് എന്ന് പറയുന്നത്. The next, how to learn a good internal check system. How to learn. Very sorry, how to plan എന്നാണ് കേട്ടോ, അത് ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്. ഹൗ ടു പ്ലാൻ. എങ്ങനെയാണ് നല്ല ഒരു ഗുഡ് ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. അതും ഒരുപാട് പോയിൻറ്റ്സ് ഉണ്ട്, ഒരു 10-28 പോയിൻറ്റ്സ് ഉണ്ട്, ഞാൻ വായിക്കുന്നേ ഉള്ളൂ, നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കേൾക്കാം. Okay, and the first one, how to plan a good internal check system. Okay, and the first one is the system must be expressed and responsibility will be fixed to each one of the staff. Okay, the system should be practical and simple, and the system should be carefully designed and suitable to the nature of business. Careful ആയിട്ട് ഡിസൈൻ ചെയ്യണം, ബിസിനസ്സിൻ്റെ നേച്ചറിന് സ്യൂട്ടബിളാണ്. ആൻഡ് ദ സിസ്റ്റം ഷുഡ് ബി എക്കണോമിക്കൽ, കെയർഫുൾ സെലക്ഷൻ, പ്രോപ്പർ ഓൺ ജോബ് ട്രെയിനിങ് ആൻഡ് ബെറ്റർ പ്ലേസ്മെൻറ്റ് ഓഫ് ദ സ്റ്റാഫ് ഷുഡ് ബി പ്രൊവൈഡഡ്. കെയർഫുൾ സെലക്ഷനാണ്, പ്രോപ്പർ ഓൺ ജോബ് ട്രെയിനിങ് ആണ്, ആൻഡ് ബെറ്റർ പ്ലേസ്മെൻറ്റ് ഓഫ് ദ സ്റ്റാഫ് ഷുഡ് ബി പ്രൊവൈഡഡ്. One single person should not be allowed to have an independent control over any important aspect of the business. The next, the work of one of the staff should ordinarily come under the review of one or two other staffs. ഒരാൾ ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു സ്റ്റാഫിൻ്റെ ഓർഡിനറി വർക്കുകൾ 2-3 ആളുടെ കീഴിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. The division of work among staff shall allow on the basis of experiences and qualifications. എക്സ്പീരിയൻസിൻ്റെ ബേസിലും ക്വാളിഫിക്കേഷൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡിവിഷൻ ഓഫ് വർക്ക് നടക്കുന്നത്. No person shall be allowed to perform any work fully from beginning to the end. അപ്പോൾ ഒരാൾക്ക് ഒരു ജോലി ഫുള്ള് ബിഗിനിങ് മുതൽ എൻഡ് വരെ ചെയ്യാൻ സാധിക്കാതെ വരുന്നു. The rotation of employees should be made frequently without giving advance notice. അതായത് എംപ്ലോയീസിൻ്റെ റൊട്ടേഷൻ ഷുഡ് ബി മെയ്ഡ് ഫ്രീക്വൻ്റ്ലി വിത്തൗട്ട് ഗിവിങ് അഡ്വാൻസ് നോട്ടീസ്. അഡ്വാൻസ് നോട്ടീസ് നൽകാതെ തന്നെ അവരുടെ നമുക്ക് അവരുടെ എന്താ പറയുക റൊട്ടേഷൻ കൊടുക്കും. Then those staff dealing with the cash, goods or records in their charge should be encouraged to go on leave at least once in year. അല്ലേ, അത് നമ്മൾ ഒരു വർഷമെങ്കിലും ആ ഒരു ചാർജ് കൊടുക്കണം, അല്ലെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് മാറ്റുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടാണ്. Okay, then cash accounting records should not be made by those dealing with cash. Then preparation of wage sheet must involve several hands and careful checking. അപ്പോൾ നമ്മളൊരു വേജ് ഷീറ്റൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ഇൻവോയ്സ് ഉണ്ടാക്കുന്ന സമയത്തും നമുക്ക് ഇതുപോലെ സെവറൽ ഹാൻഡ്സ്, ഒരുപാട് കൈകൾ അതിലുണ്ടാവുന്നത് നമുക്ക് നല്ലതാണ്, കാരണം എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അറിയാം. Then preparation of wage sheet must involve several hands and careful checking. Then other time work should be allowed on special occasion only under strict supervision. Strict supervision ഉണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ വളരെ നന്നായി മുന്നോട്ട് പോകാൻ പറ്റും. Then next, proper registers should be provided and unused checks, bills, securities and important files should be kept in safe custody. Okay. The next, ledger keepers should not be allowed to remain in charge of any particular ledger too long.
Okay, then balance of personal ledger account should be informed to the debtors and creditors concerned and obtain their confirmation at റെഗുലർ ഇൻ്റർവെൽസ്. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. പേഴ്സണൽ ലെഡ്ജർ അക്കൗണ്ട്സിൻ്റെ ബാലൻസ് നമ്മൾ ഡെപ്റ്റേഴ്സിനായാലും ക്രെഡിറ്റേഴ്സിനായാലും ഇടയ്ക്കിടയ്ക്ക് അയക്കുക, കൺഫർമേഷൻ റെഗുലർ ഇൻ്റർവെല്ലിൽ പ്രൊവൈഡ് ചെയ്യുക. A good stock purchase rule regarding purchase issue balance should be maintained. Then annual stock taking verification should be done. Annual stock verification എല്ലാം നമ്മൾ നടത്തുന്നുണ്ട്. No member of the staff should be allowed to take some good without proper permission. No member of the staff should be allowed. ഒരിക്കലും should be allowed. നമ്മൾ എന്താ പറയുക, പ്രോപ്പർ പെർമിഷൻ ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. Then there should be a system of perpetual inventory control for continuous stock taking and up-to-date accounting stock. നമ്മളൊരു സിസ്റ്റം പെർപെക്ച്വൽ ഇൻവെൻട്രി കൺട്രോളിന് കണ്ടിന്യൂസ് സ്റ്റോക്ക് ടേക്കിങ്ങിന് നമ്മളൊരു പ്രോപ്പറായിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റോക്ക് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യും. ദ നെക്സ്റ്റ്, all incoming letters should be opened by a responsible officer and entered in the proper register. അതായത് എല്ലാ ഇൻകമിങ് ലെറ്റേഴ്സും റെസ്പോൺസിബിൾ ഓഫീസിന് എൻ്റർ ചെയ്യാനും അതുപോലെ തന്നെ അണ്ടർ സ്ട്രിക്റ്റ് കൺട്രോളിലും ആയിരിക്കണം. ദെൻ ലേബർ സേവിംഗ് മെഷീൻസ്, കമ്പ്യൂട്ടർ അക്കൗണ്ടിങ് ആൻഡ് ടൈം റെക്കോർഡിംഗ് ചെക്ക് should be made use of improve efficiency and to prevent errors and issues and fraud. അതായത് ലേബർ സേവിങ് മെഷീനുകൾ, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ അക്കൗണ്ടിങ്, അതുപോലെ ടൈം റെക്കോർഡിംഗ് ക്ലോക്ക്, അതെല്ലാം ഇംപ്രൂവ് എഫിഷ്യൻസി ആൻഡ് ടു പ്രിവെൻറ്റ് എറേഴ്സ് ആൻഡ് ലോസസ് ആൻഡ് ഫ്രോഡ്. അത് എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യും, ലോസസ് ആയാലും പിന്നെ അതുപോലെ തന്നെ ഫ്രോഡായാലും അത് പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ, പ്രൊസീജിയർ ഷുഡ് ബി ലേഡ് ഓൺ ഫോർ വെരിഫിക്കേഷൻ acid testing of different sections of accounting records to ensure their accuracy. Procedures should be laid down for verification and acid testing of different sections of accounting records to ensure their accuracy. Okay. Then the internal check system should be flexible. Internal check system endana flexible aanu. Then the last but not least is that no employees of the business should be trusted up too much. ഒരാളും ഒരു എംപ്ലോയീസിനെയും ഒരു പരിധിയിൽ കവിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ട്രസ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളൊരു ഗുഡ് ഇന്ത്യ ചെക്ക് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുമ്പോൾ പ്ലാൻ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ തേർഡ് മൊഡ്യൂളിൽ നമ്മൾ എന്തൊക്കെയാണ് ഇപ്പോൾ നോക്കിയത് ജസ്റ്റ് ഒന്നുകൂടി പറയാം. മൊഡ്യൂൾ 3 ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് ഇൻറ്റേർണൽ ചെക്കാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. ഒരു ഓർഗനൈസേഷനിൽ ഇൻറ്റേർണൽ ചെക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, പിന്നെ അല്ലേ ഫസ്റ്റ് മുതലൊന്നും നോക്കാം. ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ചെക്കിൽ പിന്നെ നമ്മളതിൻ്റെ ഡെഫിനിഷനാണ് പറഞ്ഞത്. ഡെഫിനിഷനിൽ ഇൻ സച്ച് ആൻ അറേഞ്ച്മെൻറ്റ് ഓഫ് book keeping routine that errors and fraud are automatically prevented or discovered by the very operation of the bookkeeping itself. പിന്നെ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു, പിന്നെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻറ്റേർണൽ ചെക്ക് പറഞ്ഞു അല്ലേ. അതന്നെ ഒരുപാട് പോയിൻറ്റ്സ് വരുന്നുണ്ട്. Then next, advantages to the internal check system, advantages to the owner of business, to the business, advantages to the auditor, then disadvantages. Then last, how to plan a good internal check system. ഇങ്ങനെയാണ് നമ്മൾ നല്ല ഒരു ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം പ്ലാൻ ചെയ്യുന്നത്. ഹൗ ടു പ്ലാൻ, ലോൺ എന്നാണ് കൊടുത്തിട്ടുള്ളത്, പ്ലാൻ എന്നാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു മൊഡ്യൂളിൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. വായിച്ച് നോക്കിയിട്ട് ഏതെങ്കിലും ഭാഗം ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം. ഓക്കെ.
നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇൻറ്റേർണൽ ചെക്ക് വിത്ത് റിഗാർഡ് ടു വേരിയസ് ട്രാൻസാക്ഷൻസ് എന്നുള്ള ഭാഗമാണ് എടുക്കുന്നത്. ഓക്കെ.